ജില്ലാ പഞ്ചായത്തിന്റെ മുഴുവൻ പദ്ധതികളും ഒന്നും അക്രഡിറ്റഡ് ഏജൻസികൾക്ക് കൊടുക്കുന്നില്ല. ഇനി ഒരു ഉദാഹരണം പറയാം. ഇതുപോലെയുള്ള പദ്ധതികൾ പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ പറയാറുണ്ട്, അത് അക്രഡിറ്റഡ് ഏജൻസികൾക്ക് കൊടുക്കണം. ഫയർ ആൻഡ് സേഫ്റ്റി പോലെയുള്ള അങ്ങനെയുള്ള പദ്ധതികളിൽ കൂടെ ചില കുറഞ്ഞ പദ്ധതികൾ കൂടി നമ്മൾ എസ്റ്റിമേറ്റ് കിട്ടാൻ വൈകുമ്പോൾ മാത്രം കൊടുക്കുന്ന പദ്ധതികളാണ്. പിന്നെ തികച്ചും ഈ പറയുന്നത് ജില്ല പുറത്തുള്ള ഒരാൾക്ക് ഒരിക്കലും ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞു ഹാരിസ് എന്ന് പറയുന്ന ആ മെമ്പർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, അത് ഞങ്ങളും കേട്ട ഉടനെ എന്റെ മുന്നിൽ ഇത് കേൾക്കുന്നത് ജൂൺ 16-നാണ്. ഞാൻ എന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നിലമ്പൂർ ഇലക്ഷനിൽ ഞങ്ങൾ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് എന്റെ മുന്നിൽ ഈ പരാതിക്കാർ രണ്ടുപേർ, അവരുടെ പേര് പോലും അപ്പൊ ചോദിച്ചിട്ടില്ല, അവര് പറഞ്ഞത് ഹാരിസ് ഞങ്ങളുടെ അടുത്തുനിന്ന് പദ്ധതിയുടെ പേര്, ആ പദ്ധതിയുടെ പൈസ എല്ലാം കിട്ടിയത്. ഞാൻ ഹാരിസ് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു മെമ്പർക്കും 32 മെമ്പർമാർക്ക് എന്ത് ചെയ്യാൻ എടുക്കാൻ പറ്റില്ല, വർക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെ പറ്റിച്ചത് എന്ന് ചോദിച്ചപ്പോ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി രേഖ കാണിച്ചു തന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ പൈസ കൊടുത്തു ഹാരിസിന്റെ അടുത്തെന്ന് പറയുമ്പോൾ ഈ റൂമിനകത്ത് ഇത് എന്റെ പേര് എഴുതിയ റൂമാണ്, ഈ റൂമിനകത്ത് ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടോ? ഈ ഒരു പദ്ധതിയിൽ ഹാരിസ് പറയുന്നത് പോലെ നിക്ഷേപിച്ച ലാഭം കിട്ടുമോ എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നില്ല നിങ്ങൾ, എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് നല്ല ലാഭം തന്നിരുന്നു, പിന്നെ എന്തിനാ ഞങ്ങൾ ചോദിക്കുന്നത്, പിന്നെ ഇതിനെന്ത് നമ്മൾ മറുപടി പറയാം ഞങ്ങളുടെ മുമ്പിൽ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു രേഖാമൂലം പരാതി തരാണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ SP-ക്ക് ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ രേഖാമൂലം ഞങ്ങൾക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്.